ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും 3 ചേരുവ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിഡിലെ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടിയൊക്കെ നല്ല കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1/2 കപ്പ് അളവ് അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് അളവ് മതിയാവും കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് 1/2 കപ്പ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി നെയ്യും പകുതി ഓയിൽ നമ്മളെ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദയൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് നെയ്യും മാത്രം മതിയാവും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 3-4 മിനിറ്റ് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നല്ല കറക്റ്റ് മധുരം തന്നെയായിരുന്നു. ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൂട്ടണമെങ്കിൽ ഒരു 1/2 കപ്പ് വരെ പഞ്ചസാര എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മളത് റെഡിയാക്കി ഒഴിച്ച് വെക്കാനുള്ള പാത്രമൊക്കെ നെയ്യൊക്കെ പുരട്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇവിടെ ഒരു 2 നുള്ള് ബദാമിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിനും ഒരു ചെറിയൊരു ലൈറ്റ് കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം മതി. ഇപ്പോൾ ഏകദേശം നമ്മളെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു ഒറ്റനൂൽ പരുവം ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി മിക്സ് ആയിട്ട് പോകും. എല്ലാ കട്ടയൊക്കെ ഒന്ന് ഒടിച്ചിട്ട് വേണം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈ എടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. നമുക്ക് ഓവർ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നല്ലപോലെ നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ ആയിട്ട് കിട്ടുന്നത്. അപ്പം കയ്യിലുണ്ടെങ്കിൽ എന്തായാലും പാൽപ്പൊടി മിസ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാം പാനിന്നൊന്ന് വിട്ട് വരുന്ന ഈ ഒരു പാകമാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു ചെറിയ പാത്രം കൂടാതെ വേറൊരു പാത്രത്തിലേക്കും കൂടി മാവുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുറഞ്ഞ അളവിൽ ബദാം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകും ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് പുറത്ത് വെക്കുമ്പോൾ സമയത്ത് തന്നെ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഷേപ്പൊന്നും ഇല്ലാതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഹാർഡാണെന്നൊക്കെ തോന്നും, പക്ഷേ നമ്മൾ തൊടുന്ന ആ ഒരു സമയത്ത് തന്നെ പൊട്ടി പോരുന്ന അത്രയും സോഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറും 3 ചേരുവ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബർഫിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പികൾ ഒരുപാടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.